ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗ്യാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ നല്ല പഴുത്ത നാട്ടുമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി കറിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാനായി വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ ചിരകിയത്, വെളുത്തുള്ളി, ഇഞ്ചി, നല്ല ജീരകം, ഉലുവ, പച്ചമുളക്. ഇത്രയും സാധനങ്ങൾ നന്നായി അരച്ചെടുക്കണം. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കര ഉരുക്കി അരിയിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. കൂടാതെ കുറച്ച് പുളിയുള്ള തൈര് കൂടി എടുത്തു വയ്ക്കാം. ഇനി മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞ് ഒരു മൺചട്ടിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് തിളയ്ക്കുമ്പോഴേക്കും മാങ്ങയും പച്ചമുളകും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. മാങ്ങയെല്ലാം നന്നായി വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ശർക്കര പാനി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇത് തിളച്ച് നന്നായി കുറുകി വരുമ്പോഴേക്കും നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പെല്ലാം ചേർത്ത് തിളച്ച് തുടങ്ങിയാൽ കുറച്ച് തൈര് കൂടി ചേർത്ത് ചൂടാക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി കടുക്, ചെറിയുള്ളി, കറിവേപ്പില, വറ്റൽമുളക്, അല്പം കാശ്മീരി മുളക് പൊടി ഇത്രയും കൂടി ചേർത്ത് നമുക്കൊന്ന് വറുത്ത് താളിച്ച് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്താനും മറക്കരുതേ. താങ്ക്